ശ്രീചിത്ര റിസർച്ച് സെന്ററിന്റെ ലബോറട്ടറിയിലേക്ക് മെഡിക്കൽ സാമഗ്രികൾ കൊണ്ടുവന്ന കരാറുകാരനോട് CITU ഭീമമായ നോക്കുകൂലി ആവശ്യപ്പെട്ട സംഭവത്തിൽ ഇടപെട്ട് ലേബർ വകുപ്പും ചുമട്ടുതൊഴിലാളി ബോർഡും. 1 ടണ്ണിന് 400 രൂപ തൊഴിലാളികൾക്ക് കൊടുത്താൽ മതിയെന്ന് ലേബർ വകുപ്പ്. റിപ്പോർട്ടർ ടിവിയുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇടപെടലുണ്ടായിരിക്കുന്നത്. 1 ടണ്ണിന് 4972 രൂപയാണ് തൊഴിലാളികൾ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. ഒരു ലോഡ് സാധനം ഇറക്കുന്നതിന് 85,000-ഓളം രൂപ CITU പ്രവർത്തകർ ചോദിച്ചയിടത്താണ് ലേബർ വകുപ്പ് 6,800 രൂപ കൊടുത്താൽ മതിയെന്ന് നിർദ്ദേശിച്ചത്. ഇതോടെ കരാറുകാരനും ഹാപ്പിയായി. ചുമട്ടുതൊഴിലാളി യൂണിയൻ ബോർഡും പിന്നെ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറും കൂടിയിട്ട് ഞങ്ങളും കുറച്ച് ആൾക്കാരും കൂടിയിട്ട് ഒരു തീരുമാനത്തിലെത്തി. പെർ ടണ്ണിന് 400 രൂപ വെച്ചിട്ട് നിങ്ങൾ പേ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ മാത്രം എഫേർട്ടല്ല, കമ്പനീൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഷർ വന്നുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കാരണം വെച്ചാൽ എൻ്റെ മാത്രമാണെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെത്തിയ ഫാബ്ടെക്കിൻ്റെ കരാറുകാരനാണ് CITU തൊഴിലാളികളിൽ നിന്നും ദുരനുഭവം നേരിട്ടത്. കോഴിക്കോട് സ്വദേശിയായ ശ്രീനാഥ് ശ്രീചിത്ര റിസർച്ച് സെന്ററിന്റെ ലാബിലേക്ക് ആവശ്യമായ മെഡിക്കൽ സാമഗ്രികളടങ്ങിയ 17 ടൺ ലോഡുമായാണ് എത്തിയത്. എന്നാൽ 17 ടണ്ണിന് 85,000-ഓളം രൂപയാണ് CITU ചുമട്ടുതൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് കൊടുക്കാനാവില്ലെന്ന് കരാറുകാരൻ പറഞ്ഞതോടെ കരാറുകാരനെ CITU പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ലോഡ് ഇറക്കുന്നതിന് ശ്രീചിത്രയുമായി കരാറുണ്ടെന്നാണ് ചുമട്ടുതൊഴിലാളികളുടെ അവകാശവാദം. പിന്നാലെ കരാറുകാരൻ പൂജപ്പുര പോലീസിൽ പരാതി നൽകിയെങ്കിലും ലേബർ വകുപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞ് പോലീസ് കൈയൊഴിഞ്ഞു. ഇതിന് പിന്നാലെയാണ് റിപ്പോർട്ടർ TV വാർത്ത നൽകിയത്. തുടർന്ന് ലേബർ വകുപ്പും ചുമട്ടുതൊഴിലാളി ബോർഡും CITU പ്രവർത്തകരുമായും കരാറുകാരനുമായും ചർച്ച നടത്തി. ചർച്ചയ്ക്ക് പിന്നാലെയാണ് കരാറുകാരന് ആശ്വാസകരമായിട്ടുള്ള നടപടി ലേബർ വകുപ്പ് കൈക്കൊണ്ടത്. റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.